ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം ജുമാ ഖുതുബയുടെ ദൈർഘ്യം, ഒരു സുപ്രധാന സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച സുപ്രധാന സുന്നത്തുകളിൽ ഒന്നാണ് ഖുതുബ ചുരുക്കുകയും നിസ്കാരം ദീർഘമാക്കുകയും ചെയ്യുക എന്നത്. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തിയുടെ നിസ്കാരം ദീർഘമാകുകയും ഖുതുബ ചുരുങ്ങുകയും ചെയ്യുക എന്നത് അവൻ്റെ മതബോധത്തിൻ്റെ ലക്ഷണമാണ്. അതിനാൽ നിങ്ങൾ നിസ്കാരം ദീർഘമാക്കുകയും ഖുതുബ ചുരുക്കുകയും ചെയ്യുക. ഇത് സഹീഹ് മുസ്ലിമിൽ വന്ന റിപ്പോർട്ടാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന തൂല സലാത്തിർ റജുലി വക്കിസറ ഖുതുബത്തിഹി മിഅന്നതും മിൻ ഫിഖ്ഹിഹി ഫഅതീലുസ് സലാത്ത വഅക്സിറുൽ ഖുതുബ ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നിസ്കാരത്തെ അപേക്ഷിച്ച് ഖുതുബ ചുരുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്. ഇത് മതപരമായ ധാരണയുടെ ലക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതായത് മതം മനസ്സിലായ ഒരു വ്യക്തിയുടെ ലക്ഷണമാണ് അവൻ ഖുതുബ ചുരുക്കുകയും അത് നിസ്കാരത്തെ അപേക്ഷിച്ച് ഖുതുബ ചുരുക്കുക എന്നത്. ഇന്ന് നമ്മൾ ഈ സുന്നത്ത് മറന്നു പോകുന്ന അവസ്ഥയിലാണോ എന്ന് നാം ഒന്ന് സ്വയം ആത്മപരിശോധന നടത്തണം. നിസ്കാരം വേഗത്തിൽ തീരുന്നു, ഖുതുബ നീളുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗമല്ല, ഇത് സുന്നത്തിനെതിരാണ്. ചില സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ ഇതിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, നീണ്ട ഖുതുബയും ചുരുങ്ങിയ നിസ്കാരവും അത് ഭാവിയിൽ വരുമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ സഹാബാക്കൾ റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന കാലത്ത് നിസ്കാരം നീളമുള്ളതും ഖുതുബകൾ ചുരുങ്ങിയതും ധാരാളം പണ്ഡിതന്മാരും കുറച്ച് പ്രാസംഗികന്മാരുമുള്ള ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അതായത് സഹാബാക്കൾ റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാൽ നിസ്കാരം ചുരുങ്ങിയതും ഖുതുബ നീണ്ടതും ധാരാളം പ്രാസംഗികരും കുറച്ച് പണ്ഡിതന്മാരുമുള്ള ഒരു കാലം ജനങ്ങൾക്ക് വരും. ഇത് തബറാനി ശേഖരിച്ച് അൽ ഹൈതമി സഹീഹ് എന്ന് പറഞ്ഞതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇന്നത്തെ അവസ്ഥ നോക്ക്. ധാരാളം പ്രാസംഗികന്മാരുണ്ട്, കുറച്ച് പണ്ഡിതന്മാരേ ഉള്ളൂ. നിസ്കാരം ചുരുങ്ങിയതാണ്, ഖുതുബ നീണ്ടു പോകുന്നു. ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ ഗൾഫ് രാഷ്ട്രങ്ങളിലെ പരിശോധിച്ചാൽ അവിടെ മിക്ക സ്ഥലത്തും അൽഹംദുലില്ലാഹ് മിക്ക മസ്ജിദുകളും ഈ സുന്നത്ത് പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാവട്ടെ നമ്മുടെ ജുമാ ഖുതുബകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വസക്കറല്ലാഹ കസീറ. നിശ്ചയമായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവിനെയും അന്ത്യനാളിനെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അള്ളാഹുവിനെ ധാരാളം ഓർമ്മിക്കുകയും ചെയ്യുന്നവർക്ക്. സൂറത്ത് അഹ്സാബിലെ 33-ാം അധ്യായം 21-ാം വചനാണ്. ഖുതുബ ചുരുക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അതിന് എതിരെ പ്രവർത്തിക്കുന്നത് നാം ഭയപ്പെടണം. അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നു, ഫല്യഹ്സിറല്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അസാബുൻ അലീം. ആകയാൽ അദ്ദേഹത്തിൻ്റെ അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവർ അവർക്ക് വല്ല പരീക്ഷണവും ബാധിക്കുകയോ അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് കരുതി സൂക്ഷിച്ചു കൊള്ളട്ടെ. സൂറത്ത് നൂർ 24-ാം അധ്യായം 63-ാം വചനാണ്. അതുകൊണ്ട് ഖുതുബ ചുരുക്കുക, നിസ്കാരം ഖുശൂഅോടെ ദീർഘമാക്കുക. അങ്ങനെ വരും. ഇത് ഫിഖിൻ്റെ അടയാളമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖുതുബ ചുരുക്കുകയും നിസ്കാരം അതിനെ അപേക്ഷിച്ച് ദീർഘമാക്കുകയും ചെയ്യുക എന്നത്
ഒരു വ്യക്തിക്ക് അവൻ്റെ മതം മനസ്സിലായി എന്നതിൻ്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനാൽ ജുമാ ഖുതുബകൾ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ബാറകല്ലാഹു ഫീക്കും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.